കേരള സർവകലാശാലയിൽ അസാധാരണ ഭരണ പ്രതിസന്ധി. ഇന്നലെ അനിൽകുമാർ രജിസ്ട്രാറായി ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ VC നേരിട്ട് പുതിയ രജിസ്ട്രാറെ നിയമിച്ചു. പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക VC സിസ തോമസ് ഉത്തരവിറക്കി. സിസ തോമസിനെ വെല്ലുവിളിച്ച് അവധിയിൽ പോയ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് പകരം ഹേമ ആനന്ദന് ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല നൽകിയും ഉത്തരവിറക്കി. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, അസാധാരണം എന്ന് പറഞ്ഞാൽ പോലെ അത്രയും അസാധാരണമായ ഒരു ഭരണ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരള സർവകലാശാലയിൽ. ഈ ഘട്ടത്തിൽ ഈ കേസ് കോടതിയിൽ എപ്പോഴായിരിക്കും വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഇടപെടലാണോ ഇനി അറിയാനുള്ളത്? തീർച്ചയായും ലക്ഷ്മി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ കൂടി ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമെന്ന് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ അല്പസമയം മുമ്പാണ് ഇന്ന് ആകെയുള്ള ഹർജികളെല്ലാം കോടതി പരിഗണിച്ചു തുടങ്ങിയത്. 13 14ാമത്തെ ഹർജിയായിട്ടാണ് ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുക. പ്രധാനമായും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടിക്കെതിരെയുള്ള ഹർജിയാണ് പരിഗണിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. സർവകലാശാല ആസ്ഥാനത്ത് ജീവനക്കാരുടെ വലിയ പ്രതിഷേധ മാർച്ച് തന്നെയാണ് നടക്കുന്നത്. വൈസ് ചാൻസലറുടെ നിലവിലെ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന, അതിനോടൊപ്പം തന്നെ ഇന്നുണ്ടായ അസാധാരണ നടപടികൾ അല്ലെങ്കിൽ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. ഇവരെല്ലാവരും തന്നെ മാർച്ചായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ VCയുടെ മുറിയടങ്ങുന്ന സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തി മുദ്രാവാക്യവും ഇവർ വിളിക്കുകയാണ്. സർവകലാശാല ജനാധിപത്യത്തെ കുരുതി കൊടുക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറുടെ നടപടിയിൽ അപലപിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭരണ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം. അത് ഒന്ന് സിൻഡിക്കേറ്റ് നിയമിച്ച KS അനിൽകുമാർ, അദ്ദേഹം ഈ സർവകലാശാല ആസ്ഥാനത്തുണ്ട്. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ അല്പസമയം മുമ്പ് നിയോഗിച്ച ഡോക്ടർ മിനി കാപ്പൻ, പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറാണ് അവർ. അദ്ദേഹവും ഇപ്പോൾ ഈ സർവകലാശാല ആസ്ഥാനത്തിൻ്റെ 2ാം നിലയിലുണ്ട്. പക്ഷേ മിനി കാപ്പൻ നൽകുന്ന വിവരമനുസരിച്ച് അവർ വൈസ് ചാൻസലറുടെ ഈ നടപടിയെ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ താൻ ഇപ്പോൾ KS അനിൽകുമാറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അവിടെ പോയി ചുമതല ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത്. കാരണം ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ ഒരു അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കും എന്ന് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഡോക്ടർ മിനി കാപ്പൻ കടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് അല്പസമയത്തിനുള്ളിൽ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ വിധി വലിയ രീതിയിൽ ഇത് നിർണായകമാകും. അല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ നിലവിലെ ഭരണ പ്രതിസന്ധി മറികടക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഹർജി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ സർവകലാശാലയിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭരണം വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 രജിസ്ട്രാർമാരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളത്. അതിനോടൊപ്പം തന്നെ അവധിയിൽ പ്രവേശിച്ച ജോയിന്റ് രജിസ്ട്രാറായിട്ടുള്ള P ഹരികുമാറിന് പകരം ഹേമ ആനന്ദൻ എന്ന അക്കാഡമിക് ജോയിന്റ് രജിസ്ട്രാർക്കും ഇപ്പോൾ VC ചുമതല നൽകി ഉത്തരവാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഭരണപ്രതിസന്ധി തന്നെ നിൽക്കുന്നു. 2 സർവകലാശാല രജിസ്ട്രാർമാർ, അതിനോടൊപ്പം തന്നെ 2 ചാൻസലർമാർ, ഒരു താൽക്കാലിക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, അതിനോടൊപ്പം തന്നെ താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജായി ഡോക്ടർ സിസ തോമസ്. അങ്ങനെ വളരെ കൗതുകകരവും അതിനോടൊപ്പം തന്നെ അതിസങ്കീർണവുമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കുന്നത്. 88 വർഷ ചരിത്രത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്കാണ് കാര്യം കടന്നിരിക്കുന്നത്. അതിന് പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കേണ്ടത് കേരള സർവകലാശാല സസ്പെൻഡ് ചെയ്യുന്നു. തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യം, അത് വൈസ് ചാൻസലറുടെ അനുമതി ഇല്ലാതെ തന്നെ ആ തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് യോഗം പോവുകയാണ്.
തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർവകലാശാല നിയമങ്ങൾ പരിശോധിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതിനൊക്കെയാണ് സാധുതയുള്ളത്? ഇങ്ങനെ സിൻഡിക്കേറ്റ് യോഗത്തിന് തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമോ? ഈ രീതിയിൽ രജിസ്ട്രാറെ നിയമിക്കാൻ കഴിയുമോ? നമുക്ക് ആ സർവകലാശാല നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹാൻസ്? ലക്ഷ്മി, സർവകലാശാല ചട്ടപ്രകാരം VCയുടെ അനുമതി ഇല്ലാതെ മറ്റൊരു അധ്യക്ഷയെ നിയമിച്ചുകൊണ്ട് ചെയർ നിർത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം നടത്താൻ പാടില്ല. VC ഏതെങ്കിലും രീതിയിൽ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകുകയോ ഇറങ്ങിപ്പോകുകയോ അതിനോടൊപ്പം തന്നെ മുൻനിർത്തി നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിട്ടുനിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ്, അഥവാ VC മുൻകൂറായി സിൻഡിക്കേറ്റിനെ അറിയിക്കണം താൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചാൽ മാത്രമാണ് സിൻഡിക്കേറ്റിന് ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സീനിയർ സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷയായി നിയമിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം നടപ്പിലാക്കാൻ പാടുള്ളൂ. അതാണ് സർവകലാശാല ചട്ടം പറയുന്നത്. അതുതന്നെയാണ് ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം VC ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ സീനിയർ സിൻഡിക്കേറ്റ് PM രാധാമണിയെ നിയമിച്ചുകൊണ്ട് അധ്യക്ഷയാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടരുകയും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷനിലുണ്ടായ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ VCയുടെ വാദം മറ്റൊന്നാണ്. VC പറയുന്നത് ഈ യോഗം പിരിച്ചുവിട്ടുവെന്നാണ്. VC സർവകലാശാല ചട്ടപ്രകാരം വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തു കഴിഞ്ഞാലും അത് അസാധുവാണ്, അത് റദ്ദാക്കപ്പെടും. അതിനോടൊപ്പം തന്നെ ആ സിൻഡിക്കേറ്റ് യോഗത്തിന് മിനിറ്റ്സ് പകർപ്പ്, അത് ഇപ്പോൾ സിൻഡിക്കേറ്റ് ചേരുന്നത് വൈസ് ചാൻസലറുടെ അനുമതി പ്രകാരമാണെങ്കിലും അല്ലെങ്കിലും സിൻഡിക്കേറ്റിൽ എന്ത് തീരുമാനമെടുത്താലും അത് പിന്നീട് അതിൻ്റെ മിനിറ്റ്സ് പകർപ്പ് തീരുമാനം എത്തേണ്ടത് വൈസ് ചാൻസലറിൻ്റെ മേശയിലേക്കാണ്. ആ മിനിറ്റ്സിൽ ഒപ്പിട്ടാൽ മാത്രമേ എന്ത് തീരുമാനം സിൻഡിക്കേറ്റ് എടുത്താലും അത് നിയമമാകുകയുള്ളൂ. പക്ഷേ അത്തരമൊരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് VC ഇറങ്ങിപ്പോയി, അതിനാൽ തന്നെ തങ്ങൾ യോഗം ചേർന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിൻ്റെയോ അതിനോടൊപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ വിദേശത്ത് നിന്ന് എത്തുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ മേശയിലെത്തണം. സ്വാഭാവികമായിട്ടും ഈ നടപടി അവർ റദ്ദാക്കുക തന്നെ ചെയ്യും. അപ്പോഴും സിൻഡിക്കേറ്റിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സിൻഡിക്കേറ്റിന് അവിടെയും തിരിച്ചടി നേരിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്തിമമായി സിൻഡിക്കേറ്റിൻ്റെ ആഗ്രഹം അനിൽകുമാറിനെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ വീണ്ടും നിയമിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സിൻഡിക്കേറ്റ് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം വിശദീകരണം നൽകും. പക്ഷേ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ എല്ലാ തീരുമാനങ്ങളും കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും സിൻഡിക്കേറ്റ് കടന്നിട്ടുണ്ട്. അത് പ്രധാനമായും ഈ കാരണങ്ങളാണ് വിശദീകരണമായി സിൻഡിക്കേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഒന്ന്, സർവകലാശാല ചട്ടത്തിലെ 10(13) പ്രകാരമാണ് വൈസ് ചാൻസലർ ഇത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ 10(14) പറയുന്നത് രജിസ്ട്രാർക്ക് കീഴെയുള്ള അധികൃതർക്കെതിരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് വൈസ് ചാൻസലർക്ക് ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് 10(14) പറയുന്നത്. ഈ 10(14) അനുസരിച്ച് ആണ് സർവകലാശാല സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് സിൻഡിക്കേറ്റ് വാദിക്കും. ആ ചട്ടവിരുദ്ധമായ തീരുമാനം സിൻഡിക്കേറ്റ് യോഗം, അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് VC ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു അധ്യക്ഷയെ നിയോഗിച്ചുകൊണ്ട് റദ്ദാക്കി പിന്നീട് ഉത്തരവിറക്കി എന്നുള്ളൊരു വാദമായിരിക്കും സിൻഡിക്കേറ്റ് ഉയർത്തുക. ലക്ഷ്മി, തീർച്ചയായും അനിതര സാധാരണമായ ഒരു ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 രജിസ്ട്രാർമാരാണ് അവിടെ ഉള്ളത്. ഇതിലൊക്കെ ഇനി കോടതിയായിരിക്കും അഭിപ്രായം അന്തിമമായി പറയുക. വല്ലാത്ത നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാം തുടങ്ങിയത് ഭാരതാംബയിൽ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.